കലത്തപ്പാണ് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ആരെടുത്ത അപ്പം ഉണ്ടാക്കേണ്ടതാ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതാ 2 കപ്പ് പച്ചരി കഴുകിയിട്ടൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 4 മണിക്കൂറോളം ഇട്ട് വെച്ചിട്ടുണ്ട്. എന്നാലും ഇതൊന്ന് ശരിക്കൊന്ന് ഇങ്ങനെ കുതിർന്ന് കിട്ടുള്ളൂ കേട്ടോ. നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ശർക്കര ഒന്ന് മെൽറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ 4 അച്ച് ശർക്കര ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അത് 1 കപ്പ് വെള്ളത്തിലൊന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് അരി ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3 ഗ്രാമ്പൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ ഒരു ഫ്ലേവറിന് നമുക്ക് പട്ട, ഗ്രാമ്പൂ അല്ലെങ്കിൽ ഏലക്കായ ഇതിൽ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിന് ഒന്ന് അരച്ചത് അരി ഒരു 1/4 ഭാഗം അരിഞ്ഞതിന് ശേഷം ഒരു കയ്യിൽ ചോറ് ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ചെറിയൊരു തരിയോട് കൂടിയാണ് ഇവിടെ അരച്ചെടുത്തിട്ടുള്ളത്. അത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശർക്കര അരച്ചെടുത്തതിന് ശേഷം ആ മാവിലേക്ക് ചൂടോട് കൂടി തന്നെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു കാര്യം ശ്രദ്ധിക്കുക, അപ്പോഴത്തന്നെ ഇതുപോലെ കൈ വിടാതെ ഒരു 2 മിനിറ്റ് ഇതുപോലെ ഇളക്കിയെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മളെ മാവ് വെന്ത് പോകുള്ളൂ. അത് നല്ല ശ്രദ്ധിക്കണം. ചൂടോട് കൂടി ഒഴിച്ചെടുക്കുന്നതിന് പ്രശ്നമില്ല. ഇതുപോലെ ഒന്ന് കൈവിടാതെ 2 മിനിറ്റ് ഇളക്കിയെടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കണം. അപ്പോൾ മാവ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാവിൻ്റെ ലൂസ് ഇതുപോലെ ആയിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അരി അരച്ചപ്പോൾ 1 കപ്പ് വെള്ളം, അതുപോലെ ശർക്കര മെൽറ്റാക്കിയപ്പോൾ 1 കപ്പ് വെള്ളം കൂടെ ചേർത്തത് കേട്ടോ. അങ്ങനെ 2 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ആ ഒരളവൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും, കറക്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് മുമ്പായിട്ട് ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി എടുത്തിട്ട് നമുക്കിതൊന്ന് 1 മണിക്കൂറോളം കുക്കർ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിനതിലേക്ക് ഞാൻ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെയ്യിലാവുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതല്ലെങ്കിൽ വെളിച്ചെണ്ണയിലും ചെയ്താൽ മതി. അതിലേക്ക് ഇത് തേങ്ങാക്കൊത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചെറിയുള്ളി കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അതൊന്ന് ഊറ്റിയതിന് ശേഷം നല്ല ചൂടോട് കൂടിയുള്ള കുക്കറിലേക്ക് നമ്മൾ മാവൊന്ന് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ നല്ല ചൂട് വേണം കേട്ടോ കുക്കർ, എന്നാലേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ അതൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് മതി കേട്ടോ നമ്മൾ കലത്തപ്പം റെഡിയാവാൻ. അപ്പോൾ ഇതാ ഒരു 5 മിനിറ്റിന് ശേഷം വിസിൽ ഊരി വെക്കണം കേട്ടോ. അപ്പോൾ ഇതാ വിസിലൊക്കെ ഊരി ഒരു 10 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയിരുന്നു കേട്ടോ. നമ്മൾ കുക്കറപ്പം കലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ വെന്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റും അതുപോലെ നല്ല ആരെടുത്ത കുക്കറിലെ കലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കാനുണ്ട്. ഇതുപോലെ ഒന്ന് ഒരു 10 മിനിറ്റ് വെന്തയാവും കേട്ടോ നമ്മൾ കുക്കറിലെ കലത്തപ്പം റെഡിയാവാൻ. അപ്പോൾ ഇതാ കലത്തപ്പൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം ഇത് കുക്കറിൽ നിന്ന് മാറ്റാവും കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി ഞങ്ങൾ കലത്തപ്പം ഫ്ലോപ്പ് ആവില്ല കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കാം. നല്ല അടിപൊളി റെസിപ്പിയാണ്, അതുപോലെ അടിപൊളി ടേസ്റ്റാണ്. നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ആരെടുത്ത് നല്ലൊരു കലത്തപ്പം റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.